ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചേമ്പ് പുളിച്ചാറ് വെക്കാനായിട്ട് ചെറിയ ചേമ്പ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉണക്കമത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, പിഴുപുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചേമ്പിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിൻ്റെ അകത്തേക്ക് പച്ചമുളക്, ഉണക്കമത്തി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിൻ്റെ അകത്തേക്ക് പിഴുപുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു ചട്ടി വെക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, ഉലുവ ഇടുക, ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കരിവേപ്പില ഇടുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചേമ്പ് പുളിച്ചാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഈ കറി വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വെക്കാൻ ശ്രമിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.